ആലപ്പുഴ വേലായുധ പണിക്കരുടെ 152ാമത് രക്തസാക്ഷിത്വ ദിനവും പുരസ്കാര സമർപ്പണവും കായംകുളം എരുവ കുറ്റിത്തറയിൽ നടന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി നൽകുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരം കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഏറ്റുവാങ്ങി. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നവോത്ഥാന സമിതി നൽകുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക പുരസ്കാരം മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരന് നൽകി. പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ജസ്റ്റിസ് K. സുകുമാരൻ നിർവഹിച്ചു. ഇവിടെ നടക്കുന്ന സംഭവം ആറാട്ടുപുഴയ്ക്കാർ പറ്റി. ഇവിടെ നടക്കുന്ന സംഭവം ഒരു പുരസ്കാര സമർപ്പണം. പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഞാൻ കണ്ട അതിശുദ്ധ രാഷ്ട്രീയത്തിലെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഭരണത്തിൻ്റെ സങ്കല്പത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളാമോ അത്തരം എല്ലാ സങ്കല്പങ്ങളും ആശയങ്ങളും ആദർശങ്ങളും 100% ഉൾക്കൊണ്ട ഒരു ബഹുമാന വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ഏറ്റവും ക്രൂരമായ അവശത ഇന്ത്യയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ജാതിയുടെ പേരുള്ള അവശതയായിരുന്നു. ആ അവശത പരിഹരിക്കുന്നതിന് ഏറ്റവും സമർത്ഥമായും ബുദ്ധിപരമായും ആത്മീയപരമായും ശ്രമിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ് തന്നെ സാമൂഹിക വിപ്ലവത്തിൻ്റെ തിരികൊളുത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ വിപ്ലവകാരി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആണെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാദസ്പർശം കൊണ്ട് പുണ്യമായ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് തന്നെ ആനന്ദ നിർവൃതി നൽകുന്നു എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർക്കട്ടെ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന മഹാനുഭാവനെ, ചരിത്ര പുരുഷനെ തലമുറകൾക്ക് നാടിന് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ നാടിന് തലമുറകൾക്ക് പരിചയപ്പെടുത്താൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രത്യാശിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ നമുക്കറിയാം, വിദ്യാഭ്യാസ കാര്യത്തിൽ നിശാപാഠശാല ആരംഭിച്ച അദ്ദേഹം, അക്കാലത്ത് വായനശാല ആരംഭിച്ച അദ്ദേഹം, മിശ്രവിവാഹത്തെ അനുകൂലിക്കുന്നതിന് തയ്യാറായ അദ്ദേഹം, ശരിക്കു പറഞ്ഞാൽ ഈ കാലത്ത് മനുഷ്യാവകാശ സംരക്ഷണം എന്ന് പറയുമ്പോൾ നാം എന്തൊക്കെയാണോ വിഭാവനം ചെയ്തത് മുന്നിൽ കാണുന്നത്, അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അക്കാലത്ത് പൊരുതി. സമ്പന്നമായ കുടുംബം, പരമ്പരാഗതമായി സമ്പന്നമായ കുടുംബം, ആ സമ്പത്തിലാറാടി അതിൻ്റെ ഗുണഭോക്താവായി അത് ആസ്വദിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. മറിച്ച് ആ സമ്പത്തും സമൂഹത്തിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് എവിടെയൊക്കെ അനീതി കണ്ടോ അവിടെയൊക്കെ തൻ്റെ സംഘബലം കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് അതെല്ലാം ചെറുത്ത് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നവോത്ഥാന സമിതി ചെയർമാൻ വിനോദ് കുമാർ വാരണപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. ചേവന്നൂർ കളരിയുടെ മുഖ്യ കാര്യദർശി സ്വാമി വിശുദ്ധാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. K. രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ ഐതിഹാസിക അച്ചിപ്പുടവ സമരത്തിന്റെ സ്മരണാർത്ഥം നിരവധി സ്ത്രീകൾക്ക് വസ്ത്രം നൽകി ആദരിച്ചു. പത്തയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB പ്രശാന്ത്, വള്ളിയിൽ റസാക്ക്, അസിം നാസർ, VM അമ്പിളിമോൻ, രാജേന്ദ്രൻ നാടാലക്കൽ, പ്രസന്നകുമാർ, അഡ്വക്കേറ്റ് ബോബൻ, ശിവകുമാർ, U. സനിൽകുമാർ, ജയകുമാർ കോട്ടാൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി P. ശിവൻകുട്ടി സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് രഞ്ജു B. ചന്ദ്രൻ കൃതജ്ഞതയും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.